നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തെരുവുനായ് ശല്യത്തിൽ പൊറുതിമുട്ടി ജനത. വടക്കാഞ്ചേരി മംഗലത്ത് വളർത്തുമൃഗങ്ങൾക്കു നേരെ നായ ആക്രമണം തുടർക്കഥ. പോത്തിൻകുട്ടിയുടെ ചെവി നായ്ക്കൂട്ടം കടിച്ചു മുറിച്ചു, കോഴികളെ കൊന്നൊടുക്കി. മുയൽ, ആട് തുടങ്ങിയവയ്ക്ക് നേരെയും ആക്രമണം പതിവെന്ന് പ്രദേശവാസികൾ. തെരുവുനായ് ശല്യം അവസാനിപ്പിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധവും ശക്തമാകുന്നു. ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ്സിടിച്ച വയോധികരായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. കാൽനട യാത്രികരായ വയോധികരുടെ മരണം. പള്ളിയിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ചീയാരം സ്വദേശികളായ 72കാരി എൽസി, 73കാരി മേരി എന്നിവരാണ് മരിച്ചത്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിയൂരിൽ വൻ മോഷണം. ജ്വല്ലറി കുത്തി തുറന്ന് 8 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. മണലാറുകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള DK ജ്വല്ലറിയിലാണ് മോഷണം. രാത്രിയിൽ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയത്. വിയൂർ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച അന്വേഷണം ഊർജിതമാക്കി. നിരത്തിൽ ജീവൻ രക്ഷയുടെ കാവലാളുകളായി ആക്സ് പ്രവർത്തകർ. ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ ജനറൽ കൺവീനറും കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനുമായ CR വത്സൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വാഹനാപകടം. മനക്കലപ്പടി ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് കാനയിലേക്ക് ഓടിയിറങ്ങി. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ബസ്സുകളുടെ അമിത വേഗതയ്ക്ക് തടയിടാൻ നടപടി വേണമെന്നും നാട്ടുകാർ. ആചാര വൈവിധ്യങ്ങൾ നിറഞ്ഞ മച്ചാട് മാമാങ്കത്തിന് കാതോർത്ത് നാട്. മാമാങ്കത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന കാർണിവലിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ യോഗം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളും യോഗത്തിൽ കണ്ണികളായി. മാപ്രാണം കുഴിക്കാട്ട് കോണത്ത് ബൈക്ക് യാത്രികരായ ദമ്പതികളെ തടഞ്ഞു നിർത്തി 3 കിലോ വെള്ളി ആഭരണങ്ങൾ കവർന്നു. മാപ്രാണം സെന്ററിലെ ജ്വല്ലറി ഉടമയായ അശോക് ചവാനും ഭാര്യയും ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. 2 അംഗ സംഘം ബൈക്കിലെത്തി ഭീഷണിപ്പെടുത്തി ആഭരണങ്ങൾ കവരുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്ത്. കവർച്ചാ സംഘത്തിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീച്ചി ഡാമിൽ കുളിക്കാനിറങ്ങിയ 4 പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടു. കാൽവഴുതി റിസർവോയറിലേക്ക് വീഴുകയായിരുന്നുവെന്ന് വിവരങ്ങൾ. സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതിനിടെയാണ് സംഭവം. 3 പേരുടെ നില ഗുരുതരമെന്നും വിവരങ്ങൾ.